നമുക്ക് ഓർമ്മയുണ്ട്, ഇന്നലെ നമ്മുടെ MP ET മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരിയെ കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു. ഈ ദേശീയപാതയിലെ വിഷയം അദ്ദേഹത്തിന് മുന്നിൽ കേന്ദ്രമന്ത്രിയെ അറിയിച്ചിരുന്നു. ഇപ്പോൾ പാത നിർമ്മാണത്തിലെ വീഴ്ച പഠിക്കാൻ കേന്ദ്ര സർക്കാർ 3-അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, അതായത് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. എത്ര ദിവസത്തിനുള്ളിൽ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറയുന്നത്? എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കാര്യം പറയുന്നില്ല. എന്തായാലും ഉടനെ തന്നെ കേരളത്തിലെത്തി എന്താണ് ദേശീയപാത നിർമ്മാണത്തിൽ സംഭവിച്ചത് എന്നത് വ്യക്തമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3-അംഗ സമിതി ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും. നിലവിൽ ഈ പലയിടത്തും പല റീച്ചുകളിലും കരാറെടുത്ത കമ്പനികളല്ല പണി നടത്തുന്നത്. അവർ മറ്റ് കമ്പനികൾക്ക് ഉപകരാറുകൾ നൽകിയിരിക്കുകയാണ്. അങ്ങനെ കരാർ നൽകിയതിൽ വീഴ്ചയുണ്ടോ? അങ്ങനെ കരാർ നൽകിയവർ ലാഭത്തിനു വേണ്ടി ഈ പണിയെടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. മാത്രവുമല്ല, കേരളത്തിൻ്റെ പരിസ്ഥിതിക്കനുസരിച്ചല്ലേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായാലും ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും. ഈ 3-അംഗ അന്വേഷണ സംഘം കേരളത്തിലെത്തി പരിശോധന നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സംഘം കേരളത്തിലേക്ക് എത്തും, പരിശോധന ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം.